ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് GTA San Andreasൻ്റെ ഒരു അൾട്രാ HD ഗ്രാഫിക്സ് മോഡ് നമുക്കിന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇതിൻ്റെ ഈ മോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടെ ഇതിന് വേണ്ട ആപ്സിൻ്റെ ഒക്കെ പ്ലേ സ്റ്റോർ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അതിന് വേണ്ട ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ട രണ്ട് ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ, ഈ ഗ്രാഫിക്സ് മോഡ് പറഞ്ഞാൽ എല്ലാ GPUം സപ്പോർട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ GPU ഏതാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അനുസരിച്ച് നിങ്ങളുടെ GPU ഏതാ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ CPUZ പറഞ്ഞൊരു ആപ്പ് വേണം. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. പിന്നെ ZArchive പറഞ്ഞ ഈ ഒരു ആപ്പ്, ഇതാണ് നമുക്ക് ഫയൽസൊക്കെ അങ്ങോട്ട് മാറ്റി യൂസ് ചെയ്യുന്ന ആപ്പ്. ഇപ്പോൾ ഈ രണ്ട് ആപ്പ് നമുക്ക് വേണ്ട. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ZArchive ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഒരു ഫയൽ ഉണ്ടാവുമല്ലോ, അത് കാണിച്ചു തരാം. ഈ തന്നിട്ടുള്ള ഈ ഫയൽ ഉണ്ടാവുമല്ലോ, ഈ ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്താ എക്സ്ട്രാക്ട് ചെയ്യർ പറഞ്ഞാൽ ഈ സാധനം കാണിക്കും, അത് ക്ലിക്ക് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്യർ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്റ്റ് ആവും. കുറച്ച് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ടോ മോൾ GTS ഹൈ ഗ്രാഫിക്സ് ഓൾ GPU ആ ഒരു ഫയൽ ഉണ്ടല്ലോ, ആ ഫയൽ നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഇൻസ്റ്റാളേഷൻ ഗൈഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് നോക്കണ്ട, ഞാൻ പറഞ്ഞിരിക്കുകയും ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ രണ്ട് ഒരു അൺസിപ്പ് ചെയ്യുന്ന ഫയൽസ് ഉണ്ടാവും. അതിലിവിടെ GTS APK പറഞ്ഞ ഫയൽ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്റ്റ് ചെയ്ത് അടിക്കുക. അപ്പോൾ എക്സ്ട്രാക്റ്റ് ആവും. പിന്നെ അവിടെ മുകളിൽ ഡാറ്റ പറഞ്ഞ സാധനം ഉണ്ടാവും, അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്ത് അടിക്കുക. ഈ ഡാറ്റേൻ്റെ ഫയൽ എക്സ്ട്രാക്റ്റ് ആവാൻ അത്യാവശ്യം നല്ല സമയം എടുക്കും. അതുകൊണ്ട് കുറച്ച് നല്ലോണം വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല മുകളിൽ ഇവിടെ com.rockstargames.gts ഫയൽ കാണും. അത് ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ ഫയൽസ് ഒരു സംഭവം ഉണ്ടാവും ഇവിടെ മുകളിൽ, അത് ഓപ്പൺ ചെയ്യാം. അവിടെ ഉണ്ടാവും TXDB സാധനം, അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സംഭവം കാണിക്കും. അതിലിവിടെ ഈ കട്ട്സീന് പറഞ്ഞൊരു ഫയലും GTA 3 എന്ന് പറഞ്ഞ ഫയലും GTA INT പറഞ്ഞ ഫയലും പിന്നെ ഇവിടെ ഈ TXD പറഞ്ഞ ഫയലും ഉണ്ടാവും. ഇവിടെ കണ്ടില്ലെങ്കിൽ റീനെയിം പറഞ്ഞ വന്നേക്കുന്നത്, അവിടെ റീനെയിം പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ റീനെയിം പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഫോണിൻ്റെ GPU റെൻഡർ ഏതാണെന്ന് നോക്കിയിട്ട് ആ റെൻഡറിൻ്റെ പറ്റിയ പേര് വേണം അവിടെ ആഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൻ്റെ GPU റെൻഡർ ഏതാണെന്ന് നോക്കണമെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ ഒരു ആപ്പ് വെച്ചേക്കുന്നത്. അപ്പോൾ വെച്ചെങ്ങനെ നോക്കേണ്ട കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കുണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇവിടെ ഇങ്ങനെ കാണിക്കാതെ ഡിവൈസ് സിസ്റ്റം പാറ്റേൺ ഒക്കെ അവിടെ മുകളിൽ SOC പറഞ്ഞാണുണ്ട്, ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പോൾ ഇതിലൂടെ താഴെ കണ്ടില്ല എൻ്റെ കാണും GPU റെൻഡറർ പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ, എൻ്റെ ഇവിടെ GPU റെൻഡർ പറഞ്ഞിട്ട് മാലി G52 MC2 എന്നൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ നോക്കേണ്ടത് അവിടെ മാലിയാണോ അഡ്രൈനാണോ പവർ VR ആണോ മാത്രമാണ് നോക്കേണ്ടത്. അതിൻ്റെ അപ്പുറത്തുള്ള G52 ആണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളാണെങ്കിലും അഡ്രൈനാണോ പവർ VR ആണോ അത് മാത്രം നോക്കുക. എന്നിട്ട് ആണെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ട് ഈ റീനെയിം പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നെക്കി പിടിക്കുക. അതായത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഉണ്ടാവും അടി റീനെയിം എന്ന്. ആ റീനെയിം ക്ലിക്കിയിട്ട് ഈ റീനെയിം പറഞ്ഞ ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ മാത്രം ഫുൾ ബാക്ക് അടിച്ച് കളഞ്ഞിട്ട് നിങ്ങളുടെ ഇപ്പം ആ ഒരു ഞാൻ പറഞ്ഞ CPZ ആപ്പ് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഇപ്പം ആ ഒരു ഫോണിൻ്റെ GPU റെൻഡർ അഡ്രൈനും ആണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ സ്മോൾ ലെറ്ററിൽ DXT ടൈപ്പ് ചെയ്യുക. ഇപ്പം നിങ്ങൾ മാലയാണെങ്കിൽ ETCയും ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പവർ VR ആണെങ്കിൽ പവർ VR, അതാണെങ്കിൽ PVR ടൈപ്പ് ചെയ്യുക. ഇതൊക്കെ ഫുള്ളും സ്മോൾ ലെറ്റേഴ്സ് ആയി കിട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ മാലയാണ്, അതുകൊണ്ട് ഞാൻ ETC ടൈപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞേക്കുന്ന ആ ഒരു എല്ലാ ഫയൽസത്തെയും റീനെയിം പറഞ്ഞ ഭാഗം ഫുള്ളും നിങ്ങളുടെ ആ ഒരു GPU റെൻഡറിനനുസരിച്ച് എല്ലാതും റീനെയിം ചെയ്യാം. കുറച്ച് പണിക്ക് കേസാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതിൽ ഒന്നുകൂടി തെറ്റിപ്പോയത്, അതിൻ്റെ ഒരു സ്പെല്ലിങ്സ് ഒന്നും തെറ്റിപ്പോരുത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് തരാം. അപ്പോൾ ഞാൻ ഫുള്ള് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ എല്ലാ കട്ട് സീന്
പിന്നെ GTA 3, GTA INT, അതിലൊക്കെ റീനെയിം ചെയ്തിട്ട് ആ ഒരു റീനെയിം പറഞ്ഞ ഭാഗത്തൊക്കെ എൻ്റെ മാലയായതുകൊണ്ട് ETC ആക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പഡ്രൈനാണെങ്കിൽ DXT ടൈപ്പ് ചെയ്യുക, പവർ വിയർ ആണെങ്കിൽ PVR ടൈപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ജസ്റ്റ് കുറച്ചും എക്സ്ട്രാ ചെയ്ത് APK ഉണ്ടല്ലോ അവിടെയുള്ള ഭാഗത്ത് വരിക. അവിടെ വന്നിട്ട് ജസ്റ്റ് ആ ഒരു APK ക്ലിക്ക് ചെയ്തിട്ട് അവിടെ മോൾ ഉണ്ടാവും ഇൻസ്റ്റാളർ ബട്ടൺ, അതിട്ട് അങ്ങനെ ഇൻസ്റ്റാൾ എടുത്ത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, APK ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പം എൻ്റെ ഓർഡർ ഇവിടെ ഈ GT Sands ഇൻസ്റ്റാൾ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വരാം. നമ്മളൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. ഓക്കെ, അൺഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിക്കത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും, അതായത് ഇങ്ങനെ പാക്കേജ് ഇൻസ്റ്റാളറൊക്കെ വരും. അപ്പോൾ അവിടെ ജസ്റ്റ് പാക്കേജ് ഇൻസ്റ്റാളർ കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റേജിങ് അടിച്ചിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് ഇവിടെ ഓപ്പൺ കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഓപ്പൺ കൊടുക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഗെയിം ഓപ്പൺ ആവും. ഗെയിം ഓപ്പൺ ആക്കുകയാണെങ്കിൽ 5 lakhs ചോദിക്കും. അപ്പോൾ അവിടെ ജസ്റ്റ് 5 lakhs അലോ കൊടുക്കുക. അലോ കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഈ പേരൊക്കെ എഴുതാൻ GT Sands പോലെ തന്നെ ഇങ്ങനെ പേര് എഴുതി വരും. എന്നിട്ട് നിങ്ങളിവിടെ കണ്ടല്ലോ ഓഫ്ലൈമർ ബട്ടൺ ഉണ്ട്, ഇവിടെ ഓഫ്ലൈമർ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾക്കിവിടെ ഒന്നും വരില്ല, ജസ്റ്റ് ഡാറ്റ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പോയിട്ട് ഡാറ്റ ആഡ് ചെയ്യുക, ഡാറ്റ ഫുൾ ആഡ് ചെയ്യുക. ഡാറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കയറുക. അവിടെ നിന്ന് നമ്മളെവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ഇവിടെ നിന്ന് പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ റിന്യൂ വെച്ചിട്ടുണ്ട്. ഈ ഡാറ്റേൻ്റെ ഫോൾഡർ എടുത്ത് കോപ്പി ചെയ്യുക, എന്നിട്ട് ഡിവൈസ് മെമ്മറി പോവുക, ഡിവൈസ് സ്റ്റോറേജ് പോവുക. അവിടെ ആൻഡ്രോയിഡ് ഉണ്ടാവും, ആൻഡ്രോയിഡിൽ ഡാറ്റയിൽ അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പേസ്റ്റ് ആവും ഫയൽ. അങ്ങനെ പേസ്റ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫിക്സ് മാറ്റം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം ഇട്ട GT Sandsൻ്റെ ലൈറ്റ് വേർഷൻ ഉണ്ട്. ആ ലൈറ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ സാധാ GT Sandsൻ്റെ ഗ്രാഫിക്സ് തന്നെയാണ്. അതിൽ ഞാൻ ഇട്ട് കാണിച്ച് നിൽക്കുന്ന മാക്സ് ഗ്രാഫിക്സ് അതിൻ്റെ. അപ്പോൾ ഇതും ഈ ഒരു വീഡിയോക്ക് ഈ GT Sandsൻ്റെ ഗ്രാഫിക്സും നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാഫിക്സും വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. സാധാ GT Sands എത്രത്തോളം ഇത് ഡെവലപ്ഡ് സാധനമാണെന്ന്. ഓക്കെ, നമുക്ക് ജസ്റ്റ് പേസ്റ്റ് ആവട്ടെ. പേസ്റ്റ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൽ മോഡ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ആഡ് ചെയ്യുന്നത് കുറേ അങ്ങ് ഓവറാണ്. അതായത് ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ടൊരു വീഡിയോ ചെയ്യേണ്ട, അതായത് ഒരു കുറച്ചധികം കാർസിൻ്റെ ഒരു വീഡിയോസ് ഞങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ആ ഒരു കാർസിൻ്റെ മോഡ്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ചിലപ്പോൾ ടെക്സ്ചർ ഗ്ലിച്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു ഓവർ റൈറ്റ് ഫയൽ വേറെ സംഭവം വരും നിങ്ങൾക്ക് ഈ ഫാസ്റ്റ് അപ്പോൾ ഇവിടെ ജസ്റ്റ് അപ്ലൈ ടു ഓൾ ഫയൽസ് ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് അടിക്കുക. ഓക്കെ, അപ്പോൾ അതുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സാധാരണ രീതിക്ക് തന്നെ നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് കളിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്സ് കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ഞാൻ ആദ്യം ഇട്ട GT Sands ലൈറ്റ് വേർഷൻ നോക്കിയാൽ മതി. അതിൽ നിങ്ങൾക്ക് അത് ശരിക്കുള്ള GT Sandsൻ്റെ ഗ്രാഫിക്സ് തന്നെയാണ്. അത് വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇത് എത്ര മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിറ്റീവ് എഡിഷൻ ഉണ്ടല്ലോ, GT ഡെഫിനിറ്റീവ് എഡിഷൻ. ആ ഡെഫിനിറ്റീവ് എഡിഷൻ്റെ ബ്ലൂം, MSS അങ്ങനത്തെ വലിയ വലിയ സാധനങ്ങൾ കുറച്ചിട്ട് എല്ലാ ഫോണിനും കമ്പാറ്റബിൾ ആയിട്ടുള്ള രീതിക്കാണ് ഇത് ഇറക്കിയേക്കുന്നത്. അവിടെ ഇനി ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അവിടെയും കുറച്ച് ബഗ്സൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിൽ പല തരത്തിലുള്ള മോഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അടുത്തൊരു ബാറ്റ്മാൻ്റെ മോഡ് ചെയ്ത് അടുത്തായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അടുത്ത വീഡിയോസിൽ. ആ വീഡിയോയിൽ പക്ഷേ ഞാൻ അത് ശരിക്കും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതിൽ നിങ്ങൾക്കതിൽ ഒരൊറ്റ മോഡിന് മാത്രമേ DFF ഫയലിൻ്റെ ടെക്സ്ചർ വരുന്നില്ല. അത് അങ്ങനത്തെ ചെറിയ ബഗ്സ് എന്തായാലും ഉണ്ടാവും. കാരണം GT Sands എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ PC വെർഷനാണുള്ളത് വെച്ചാൽ ഏറ്റവും കൂടുതൽ എല്ലാം താങ്ങാൻ പറ്റുന്നൊരു വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതല്ലാതെ അതിൻ്റെ ഒരു മൊബൈൽ വെർഷൻ പറയുന്നത് മാക്സിമം താങ്ങാൻ പറ്റാവില്ല. പിന്നെ നമുക്ക് എൻ്റെ ഈ ഗെയിം പ്ലേ കണ്ടിട്ട് ലാഗ് അടിക്കേണ്ടി എൻ്റെ ആ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആയിട്ടുള്ളതുകൊണ്ടാണ്. അല്ലാത്തപ്പോൾ നമുക്ക് സുഖമായിട്ട് കളിക്കാൻ പറ്റും. അത് നിങ്ങളങ്ങനെ ഗ്രാഫിക്സൊക്കെ നിങ്ങൾക്ക് വേണ്ട അഡ്ജസ്റ്റ് ചെയ്തിട്ടാലും നിങ്ങൾക്ക് സുഖം കളിക്കാൻ പറ്റും. എനിക്കിപ്പോൾ എൻ്റെ ഫോണിൽ 6 GB റാമാണ്. എന്നിട്ട് എനിക്ക് ഇത് ശരിക്കും ഈ സ്ക്രീൻ റെക്കോർഡർ ഓഫ് ആണെങ്കിൽ എനിക്കിതിൽ മിനിമം 60 FPS കിട്ടും. പിന്നെ എൻ്റെ ഫോണിൻ്റെ മാക്സിമം കിട്ടുന്ന FPS 60 തന്നെയാണ്. അതിൻ്റെ മോഡിക്കും താഴത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു അടിപൊളി സാധനം വരുന്നുണ്ട്. അത് പറഞ്ഞൊരു ഇടിമിഞ്ഞ റൈറ്റാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് തന്നെ. അതായത് ഇതിൻ്റെ കൂടെ തന്നെ
വേറെ സാധനം കമ്പയർ ചെയ്തിട്ടില്ല. അത് ഇടിമിന്നൽ സാധനമാണ്. അത് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അപ്പം ഞങ്ങൾക്ക് ഇട്ടിരുന്നേക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഈ ഒരു മോഡിൽ നമുക്ക് ക്ലിയോ മോഡ്സ് കിട്ടുന്നുണ്ട്. അതായത് മോഡ് സ്വൈപ്പ് ചെയ്തുള്ള ക്ലിയോ മോഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിനോട് പറയുക. അങ്ങനെ ഞാൻ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും ഒരു വീഡിയോ വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.